ഹായ് പിള്ളേരെ, അപ്പോൾ നമുക്കിന്നൊരു വീഡിയോ ചെയ്യാം. വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒന്നും വന്നതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിക്കുന്നൊരു വീഡിയോ ചെയ്യാം, നിങ്ങളെ കൊതിപ്പിക്കുകയും ചെയ്യാം എന്ന്. അപ്പോൾ അങ്കവും കാണാം താളി ഒടിക്കാമെന്ന് പറഞ്ഞ കണക്ക് രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് കഴിക്കണം എന്ന ചിന്തയിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഇപ്പോൾ ഗ്യാസില്ല. ഗ്യാസ് 2 ആഴ്ച മുന്നേ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടി രാവിലെ കണ്ണാട്ടൻ വീണ്ടും ഗ്യാസ് ബുക്ക് ചെയ്യുമ്പം അറിയാം, അങ്ങനെ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ നിങ്ങളുടെ ബുക്കിംഗ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പറയുമല്ലോ. അത് കേൾക്കാൻ വേണ്ടി ഇഷ്ടാപ്പി എന്ന് ബുക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ അവർ പറയുക ഏപ്രിൽ 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ അലോഡുള്ളതെന്ന്. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഗ്യാസ് നമ്മളൊരു കുറ്റി ഉപയോഗിച്ചാണ്ട് ഒരു 1.5 മാസത്തേക്കുള്ള നമുക്ക് ഇരിക്കാറില്ല, പെട്ടെന്ന് തീരും. അപ്പം ഗ്യാസ് കണക്ട് ചെയ്തിട്ട് 1 മാസം കഴിയുകയും ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു എളുപ്പം എന്ത് കഴിക്കാൻ പറ്റും, രാവിലെ വിശക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇഷ്ടാപ്പിയെ പറഞ്ഞു വിട്ടു. ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിക്കൊണ്ട് വന്നു. അത് അപ്പച്ചമ്പിൽ ജസ്റ്റ് വെച്ച് ആവി കയറ്റി. ഇന്നലത്തെ ചിക്കൻ കറിയും കണ്ട. ഇന്നലെ വൈകിട്ട് നമ്മൾ ചിക്കൻ പെരട്ട് പോലെ വെച്ചു കണ്ട. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഈ ബ്രെഡും ഇങ്ങനെ ആവി കയറ്റി ചൂട് ബ്രെഡ് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഈ ചിക്കൻ കറിയിലോട്ട് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കണ്ണം പറഞ്ഞ കേട്ടോ. മോട്ടർ അടിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ എന്ത് സാധനം കഴിച്ചാൽ വയറിളകും. ഞാൻ കണ്ണൻ റോൾ ചെയ്താ. അപ്പം ഇങ്ങനെ എൻ്റെ മക്കൾക്കാണ് കേട്ടോ കഴിച്ചോ. അപ്പം നമുക്കിങ്ങനെയൊക്കെ പോയാൽ എങ്ങനെയാണോ പിള്ളേരെ ഈ 1 മാസം തള്ളി നിൽക്കുന്നത് എനിക്കറിയില്ല. 4-ാം തീയതി ഗ്യാസ് കിട്ടത്തുള്ളൂ. എന്ത് ചെയ്യും കുഞ്ഞുങ്ങളെ? എനിക്കറിയത്തില്ല. പട്ടിണി കിടന്ന് ഊപ്പാട് വരുമെന്ന് തോന്നുന്നു. നമുക്കിവിടെ അടുപ്പ് കത്തിക്കാൻ പറ്റില്ല. അടുപ്പ് കത്തിച്ചാൽ മൊത്തം പുകയാം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഇവിടെ മുഴുവൻ പെയിൻ്റ് അടിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് പൊറോട്ട തന്നിടം പൊറോട്ട കഴിയും. അതുകൊണ്ട് നമുക്ക് ബ്രെഡും ചിക്കൻ പീസും നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്രെഡ് ആവി കയറ്റിയതും ബീഫ് കറിയും എന്നതാണ്. നിങ്ങളൊക്കെ എന്നാ കഴിച്ചു പിള്ളേരെ? വല്ലതും കഴിച്ചോ? അപ്പം ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കഴിച്ചിട്ടുണ്ടാവും. നല്ല ടേസ്റ്റ് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം രാവിലെ ഞാൻ കണ്ണാട്ടിനെ പറ്റിക്കാൻ നോക്കി. ബ്രെഡ് വാങ്ങിച്ച് നമുക്ക് ആവി കയറ്റി കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടാൻ പറഞ്ഞു നീ ആവി കയറ്റി കഴിച്ചാൽ മതി, ഞാൻ പൊറോട്ട കഴിക്കുമെന്ന് പറഞ്ഞു. പൊറോട്ട കള്ള തിരുമാലി എവിടുന്ന് ഷർട്ടില്ലാതിരിക്കുമല്ലോ. ഞാൻ ചൂടി കൊടുത്തു നോക്ക്. ഷർട്ടില്ലാതിരിക്കുക. അപ്പം പൊറോട്ട കഴിച്ചു, ഞാൻ ബ്രെഡ് കഴിച്ചു. എന്തെങ്കിലും എൻ്റെ പിള്ളേരോട് പറയാനുണ്ടോ സന്തോഷ് ചേച്ചി? പൂച്ചണ്ട്. ഇതെന്താന്നറിയോ, നമ്മളെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കഴിക്കേ. എനിക്ക് കരള് എൻ്റെ അന്നനാളം പോലത്തെ എന്താ സംഭവമില്ലേ, മാങ്ങാപ്പഴം. ആ മാങ്ങ ഉണ്ട്. അതിൻ്റെ കൂമ്പൊക്കെ ഞാൻ കഴിക്കും. എനിക്കിഷ്ടമാണ്. അടുത്ത ആളാം പൊന്നൂസ് ബ്രെഡും ചിക്കൻ കറിയും കൊണ്ട് ഉരുട്ടി ഇതില്ല നടപ്പുണ്ട്. അപ്പം എനിക്ക് ആഹാരം കഴിക്കുമ്പോൾ എനിക്ക് സംസാരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. ആരും പറയാം. എനിക്ക് കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വാരി പറ്റി തിന്നും. എനിക്ക് ക്ഷമയില്ല. അപ്പം എല്ലാവരും എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ബ്രെഡ് ചൂടാക്കുക, ഇതുപോലെ കഴിക്കാം. ഓക്കെ, എൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതും വരെ ബൈ ബൈ, സീ യു. കുറച്ച് കഴിയുമ്പോൾ പൊന്നൂസ് ലൈവ് വരും. നമുക്ക് സന്തോഷം ലൈവിലും കാണാം. ഇതെന്താ പിള്ളേരെ?
കറി ഒഴിച്ചിങ്ങനെ വെച്ച് കുറച്ച് നിങ്ങളോട് സംസാരിച്ചില്ലേ. ഇപ്പോൾ ആ ബ്രെഡ് കണ്ടോ നല്ല സെറ്റായി. അപ്പം അതിങ്ങനെ ചുരുട്ടി ഷൂ പൂ പോലെ അലിഞ്ഞു പോവും. ആ സന്തോഷം ചാനലുകാർ ചിരിക്കുന്നു. എന്താണ് പൊന്നൂതെ, താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കും കഴിക്കുമ്പോൾ സംസാരിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും വണക്കം. ബൈ.